വൈശാഖൻ ഇവനാണ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ ആ വിരുദ്ധൻ. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ പരാതി പറയുവാൻ വിശ്വസിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ അത് അന്വേഷിക്കുവാനിരിക്കുന്ന ആളുകൾ എത്രക്കാരാണെന്ന് നിങ്ങൾ കാണുക. ഒളിക്യാമറകൾ വെച്ച് സ്ത്രീകളുടെ നഗ്നദൃശ്യം പകർത്തി മറ്റാരുടെയുമല്ല, വനിതാ പോലീസുകാരുടെ തന്നെ, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ ഇംഗിതത്തിന് ഉപയോഗിക്കുന്ന കൊടും ക്രിമിനൽ. രാജ്യത്തെ തന്നെ മികച്ച പോലീസ് സേന എന്ന് മേനി നടിക്കുന്ന കേരള പോലീസിലാണ് ഇത്തരം ക്രിമിനലുകൾ പുളയ്ക്കുന്നതെന്ന് ഓർക്കണം. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ ജോലി ചെയ്യുന്ന KS വൈശാഖൻ എന്ന മുണ്ടക്കയം കോരുത്തോട് സ്വദേശിക്കെതിരെയാണ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് കാണിച്ച് അതേ സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തത്. സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഇയാൾ ഒളിക്യാമറ വെച്ച് നഗ്നദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇത്തരം ദൃശ്യങ്ങൾ കാട്ടി വനിതാ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു ഇയാളുടെ രീതി. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയും കുമളി സ്വദേശിയുമായ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഇത്തരം രംഗങ്ങൾ ഇയാൾ ഒളിക്യാമറയിൽ പകർത്തി അവർക്ക് തന്നെ അയച്ചു കൊടുത്ത് തന്റെ ഇംഗിതത്തിന് വഴങ്ങണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥ ഇതേക്കുറിച്ച് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന് വനിതാ സെൽ മുഖേന പരാതി നൽകി. പിന്നാലെ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ഇടുക്കി സൈബർ പോലീസിന് ഈ കേസ് കൈമാറി ഉടൻ തന്നെ ഇരയുടെ സ്റ്റേറ്റ്മെന്റും എടുത്ത് FIR-ഉം ഇട്ടു. വൈശാഖിനെ അറസ്റ്റ് ചെയ്യുവാൻ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് സംഗതി പാളി എന്ന് വൈശാഖിന് മനസ്സിലായത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ പരാതി ലഭിച്ച ഉടൻ തന്നെ വൈശാഖിനെതിരെ നടപടിയെടുത്തുവെങ്കിലും ഈ വിവരം പുറത്തു പോകാതിരിക്കുവാൻ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരമാവധി ശ്രമിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും പുറത്തു പോകരുത് എന്ന കർശന നിർദ്ദേശവും നൽകി. ഇതിനു മുമ്പും ഇടുക്കി ജില്ലയിൽ പോക്സോ കേസ് ഇരകളെ പോലും ദുരുപയോഗം ചെയ്ത സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത ചരിത്രമുണ്ട്. രാജ്യദ്രോഹ കുറ്റം ചെയ്ത സർവീസിൽ നിന്നും പിരിച്ചുവിട്ട അനസ് എന്ന പോലീസുകാരനെ പോലും ഈ അടുത്ത കാലത്ത് തിരിച്ചെടുത്ത ചരിത്രം ഇടുക്കി പോലീസിന് പറയുവാനുണ്ട്. വനിതാ പോലീസുകാരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തിയ ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് പറയുവാൻ ഇതുപോലെ നിരവധി പിറപ്പുകേടുകളുടെ കഥകളുണ്ട്. 410/2022 ക്രൈം നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കറുപ്പുപാലത്ത് വെച്ച് വണ്ടി തലയിലൂടെ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ രക്ഷിച്ച് മറ്റൊരു ഡെമ്മിയെ പ്രതിയായി ഹാജരാക്കിയ, അതുപോലെ വലിയ കോളിളക്കമുണ്ടാക്കിയ വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ ആ കേസിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുവാൻ കൃത്രിമം കാണിച്ച, ഇരുന്ന സ്റ്റേഷനുകളിലെല്ലാം തരിടകൾ കാണിച്ച, പെരുവന്താനത്തിരുന്നപ്പോൾ മരിച്ചുപോയ അപ്പൻ്റെ തോക്ക് ലൈസൻസ് രേഖകളിൽ കൃത്രിമത്വം കാണിച്ച് മകന് നൽകിയ, ഇങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത തണ്ടിത്തരം കാണിച്ച, സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടേണ്ട TD സുനിൽകുമാർ എന്ന ആ തീവട്ടിയെ ഇപ്പോൾ തൃശൂർ കൺട്രോൾ റൂമിൻ്റെ ചുമതല കൊടുത്ത് കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനുകളിൽ എന്ത് പിറപ്പ് പണിയും കാണിക്കാം, ഒരു കുഴപ്പവുമില്ല, പാർട്ടി സംരക്ഷിക്കും അത്രേ. പക്ഷേ പഴയതുപോലെ ഇത്തരം ആഭാസന്മാരെ പോലീസ് സേനകളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന എല്ലാ വനിതാ പോലീസ് ഉദ്യോഗസ്ഥകളും ഇന്ന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൽ അവിവാഹിതകളായ പോലീസ് ഉദ്യോഗസ്ഥകൾ വരെ ഉണ്ടെന്ന് ഓർക്കണം. കഴിഞ്ഞ 7 മാസമായി ഇവരുടെയെല്ലാം നഗ്നദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് എവിടെയൊക്കെ എത്തി എന്ന് ഇവന് മാത്രമേ അറിയൂ. കേരളത്തിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ ഇതാണെങ്കിൽ നാട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരെങ്ങനെ നാട്ടുകാർക്ക് സംരക്ഷണം നൽകും? ജനങ്ങൾ എങ്ങനെ ഇവരെ വിശ്വസിക്കും? നാറിയ ആഭ്യന്തര വകുപ്പ് ഇതിന് മറുപടി പറയണം. വൈശാഖൻ എന്ന് പറയുന്ന ഈ ഞരമ്പ് രോഗിക്ക് ഭാര്യയും മക്കളുമുണ്ട്. ഭാര്യയും സർക്കാർ സർവീസിലാണ്. ഈ അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഈ മോനെ സസ്പെൻഷൻ കൊടുത്ത് ശമ്പളത്തോടെ വീട്ടിലിരുന്ന് പോലീസുകാരികളുടെ നഗ്നദൃശ്യങ്ങൾ ആസ്വദിക്കുവാൻ അവസരം കൊടുക്കരുത്. ഇവനെ അടിയന്തരമായി സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യണം. ഇവൻ്റെ അമ്മ പോലും ഇപ്പോൾ ടെൻഷനിലാണെന്നാണ് അറിയുന്നത്. കാരണം അവരുടെ ദൃശ്യങ്ങൾ പോലും ഇവൻ പകർത്തിയിട്ടുണ്ടാവാം. ഇവനെ തെളിവെടുപ്പിന് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ആരും അറിയാതെ കൊണ്ടുവന്നപ്പോൾ ബസ്സിൽ ജാക്കി വെച്ചു എന്ന താരതമ്യേന ചെറിയ കുറ്റം ചെയ്ത ഒരു പ്രതി നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവരെക്കാളും എത്രയോ ഭേദമാ സാറേ ഞാനെന്ന് അവൻ പോലീസുകാരോട് പറഞ്ഞു അത്രേ. പോലീസ് സേനയുടെ മാനം നഷ്ടപ്പെടുത്തിയ ഈ തീവട്ടിയെ എത്രയും വേഗം ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കുക, ഇവനെ ടെർമിനേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ
കാക്കി കാണുമ്പോൾ ജനങ്ങൾ തീട്ടം മുക്കിയ ചൂലെടുക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.